നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാട്സാപ്പ് സന്ദേശം വികസിത് ഭാരത് സമ്പർക്കിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത് സഹിതം പൗരന്മാരിൽ നിന്നും പ്രതികരണവും നിർദ്ദേശങ്ങളും തേടുന്ന വികസിത് ഭാരത് സമ്പർക്കിൽ നിന്നുള്ള സന്ദേശം സർക്കാർ ഡേറ്റാബേസും മെസ്സേജിംഗ് ആപ്പും രാഷ്ട്രീയ പ്രചരണത്തിനായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വികസിത് ഭാരത് സമ്പർക്ക് വെരിഫൈഡ് ബിസിനസ് അക്കൗണ്ടിൽ നിന്നാണ് സന്ദേശങ്ങൾ വാട്സാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക് സന്ദേശം നൽകുന്നതിനുള്ള ഒരു സംവിധാനവും ഇതിലുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് തന്നെയാണ്. കേരള കോൺഗ്രസ് മെറ്റയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ സന്ദേശം എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. പൊതുജനത്തിൽ നിന്നുള്ള പ്രതികരണവും നിർദ്ദേശങ്ങളുമാണ് വാട്സാപ്പ് സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത്. അതിനോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്തും പങ്കുവച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന ഒരു വലിയ വിമർശനമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. മിക്ക ആളുകൾക്കും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഈ സന്ദേശം വന്നതായാണ് ഇതുവരെയുള്ള വിവരം. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മഹുവ മൊയ്ത്ര അടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും രാജ്യത്തിന്റെ ക്ഷേമത്തിന് നിരവധി ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ കാരണം 140 കോടി ജനങ്ങളുടെ പിന്തുണയും വിശ്വാസവുമാണ് എന്നും അത് തനിക്കൊപ്പം ഉണ്ട് എന്നുമാണ് നരേന്ദ്രമോദി കത്തിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ മുത്തലാഖ് നിരോധനം, നാരി ശക്തി വന്ദൻ, പുതിയ പാർലമെന്റ് മന്ദിരം, പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയുള്ള വീടുകൾ തുടങ്ങിയ പദ്ധതികളും അതിന്റെ നടപടിക്രമങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വാട്സാപ്പ് സന്ദേശങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ പതിവ് കാഴ്ചയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മോദിയുടെ ഈ വാട്സാപ്പ് സന്ദേശവും പ്രതിപക്ഷ പാർട്ടികൾ വിവാദമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.